24 വാർത്തയ്ക്ക് പിന്നാലെ പത്തനംതിട്ട മേലെ വെട്ടപ്പുറത്തിനടുത്ത് റോഡിലെ കുഴി അടച്ച അധികൃതർ. വാട്ടർ അതോറിറ്റി വകുപ്പിലെ ജീവനക്കാരെത്തിയാണ് കുഴിയടച്ചത്. 24 ഇംപാക്ട്. ഷിജോ കുര്യൻ ചേരുന്നു. ഷിജോ, കുഴി എന്ന് പറയുമ്പോൾ ചെറിയ കുഴിയല്ലായിരുന്നു. ഈ പാതാള കുഴി എന്ന് പറയുന്ന പോലെ മുകളിൽ നോക്കിയാൽ താഴെ എവിടെ എന്നറിയാൻ പറ്റാത്ത പോലൊരു കുഴിയായിരുന്നു. അപ്പോൾ അത് അടച്ചു. നല്ല കാര്യം. ഹാഷ്മി, ക്രിസ്റ്റീന, വലിയ സന്തോഷമുള്ള ഒരു വാർത്ത തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പത്തനംതിട്ട വെട്ടിപ്പുറം സെന്റ് പീറ്റേഴ്സ് റിംഗ് റോഡിൽ വലിയൊരു കുഴി രൂപപ്പെട്ടിട്ട് ഏതാണ്ട് 2 മാസങ്ങൾ പിന്നിട്ടിരുന്നു. പല തരത്തിലുള്ള അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇരുചക്ര വാഹന യാത്രികരാണ് കൂടുതലും അപകടത്തിൽപ്പെട്ടിരുന്നത്. മരണം വരെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. കുടിവെള്ളമാണ് താഴെ കൂടെ പൈപ്പ് പൊട്ടി പോയിരുന്നത്. വലിയ കുഴിയായിരുന്നു. ബാക്കിയുള്ള ഭാഗത്തെല്ലാം നല്ല റോഡാണ്. എന്തായാലും ഇത്തരത്തിൽ 2 മാസമായിട്ട് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കുഴിയായി രൂപപ്പെട്ട് കിടക്കുന്നു. അത് നികത്താനുള്ള ഒരു തരത്തിലുള്ള ഇടപെടൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. അതിന് പിന്നാലെയാണ് നമ്മൾ ഇന്നലെ ഇവിടെ വന്ന് അത് വാർത്തയായിട്ട് നൽകിയത്. ആളുകളുടെ പ്രതികരണം അടക്കമെടുത്ത് അത് വാർത്തയാക്കി നൽകി. നമ്മളിവിടെ എത്തിയെന്ന് അറിഞ്ഞതിന് പിന്നാലെ അവിടെ ഇടപെടാനുള്ള ഒരു ഇടപെടൽ വാട്ടർ അതോറിറ്റി ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെ എന്തായാലും ഈ കുഴി ഇപ്പോൾ മൂടിയിട്ടുണ്ട്. അവിടെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് ഇപ്പോൾ നടക്കുന്നത്. ചേട്ടാ, ഇപ്പോൾ ആശ്വാസമുണ്ടോ? തീർച്ചയായിട്ടും ആശ്വാസമുണ്ട്. 24-ന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എന്തായാലും അവർ പൈപ്പായിരുന്നു പൊട്ടിയത്. അത് എത്രയും വേഗം നമ്മുടെ ന്യൂസിനെ തുടർന്ന് എത്രയും വേഗം അത് ശരിയാക്കി. അതിൽ പ്രത്യേകം നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. ഇവിടെ നിങ്ങൾ അപകടത്തിൽപ്പെട്ട ആളാണല്ലേ? അതെ, ഞാൻ ഡിസംബർ 31 വൈകുന്നേരം ഞാൻ ഇതുവഴി പോയതാണ്. രാത്രി ഒരു 10 ആയപ്പോഴേ പോയി. ഇതിൽ വണ്ടി ഇടിച്ച് വീണില്ല. വീണില്ല. പക്ഷേ വണ്ടി അങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി മൂവ് ചെയ്യുന്നില്ല. മൂവ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് പഞ്ചറായെന്ന് വിചാരിച്ചത്. രാത്രി ആയതുകൊണ്ട് ഞാൻ വിട്ടു. രാവിലെ നോക്കിയപ്പോൾ റിമ്മ് ബെൻഡാണെങ്കിൽ എന്തോ ഒരു വലിയ കുഴിയാണെന്ന് ആലോചിച്ച് നോക്കാം. സ്വാഭാവികമായിട്ട് ഞാൻ പിന്നെ എന്നും ഇതുവഴി യാത്ര ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇത് എന്നും ഞാനത് വെട്ടിച്ച് വണ്ടി ഉള്ളപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വേറൊരു കുഴിയിൽ അടച്ചു കോൺക്രീറ്റ് ചെയ്യണം. ആശ്വാസമുണ്ട്. നമ്മളതിന് വന്നതിന് പിന്നാലെയാണ് ഇവിടെ ചെയ്യുന്നത്. പ്രത്യേകമായിട്ട് അതുകൊണ്ട് ഞാനിപ്പോൾ നോക്കിയത്, നിങ്ങൾ നിൽക്കുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ പ്രത്യേകം നോക്കിയത്. കാരണം എങ്ങനെയെങ്കിലും ഇതൊന്ന് സോൾവ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ പരാതി പറഞ്ഞത്. താങ്ക് യു. അപ്പോൾ ഹാഷ്മി, അങ്ങനെ എന്തായാലും നമ്മുടെ വാർത്തയെ തുടർന്നാണ് വാട്ടർ അതോറിറ്റിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ആ കുഴി പൂർണ്ണമായിട്ട് അടച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ കോൺക്രീറ്റ് കൂടി ചെയ്താൽ മതി. ശരി ഷിജു, എന്തായാലും പത്തനംതിട്ടയിൽ ചെന്നൊരു ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കി. ഇനിയും തുടർച്ചയായി പല വാർത്തകളിലും പലർക്കും ആശ്വാസമായ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാൻ ഷിജോയ്ക്ക് സാധിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.